EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സെമിനാറുകൾക്ക് മലപ്പുറം, പെരിന്തൽമണ്ണ, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ തുടക്കമായി. രാജ്യത്ത് ഫെഡറലിസം തിരിച്ചുകൊണ്ടുവരാൻ പോരാട്ടം തുടരണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. തൃശൂരിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പാലക്കാട് ആലത്തൂരിൽ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും മലപ്പുറം പെരിന്തൽമണ്ണയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഉദ്ഘാടനം ചെയ്തു. സെമിനാർ 2 ദിവസങ്ങളിലായി വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ധൈഷണിക സംവാദങ്ങൾക്ക് വേദിയാവും. ഇന്ത്യയെ ഫെഡറലിസത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നടത്തിയതെന്നും പോരാട്ടം തുടരണമെന്നും സീതാറാം യെച്ചൂരി തൃശൂരിൽ പറഞ്ഞു. Well, we are part of the India grouping. It's a very strong presence now in the parliament. So it will be, and it won't be so easy for Mr. Modi to browbeat everybody and bulldoze his own individual style of politics as well as policies. ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾക്ക് ഊർജ്ജമേകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. പാലക്കാട് ആലത്തൂരിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രകാശ് കാരാട്ട്. We should not at the same time overlook the continuing danger of the BJP and the RSS pursuing with their Hindutva communal agenda and pursuing their attempts to consolidate one party centralized authoritarian rule. നേതാവെന്നത് പേരിന്റെ വലതുവശത്ത് എഴുതി ചേർക്കാനുള്ളതല്ലെന്ന് EMS പ്രവർത്തിച്ചു കാണിച്ചുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. നേതാവ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതി ചേർക്കുന്ന വലതുഭാഗത്തെ സ്ഥാനപ്പേരല്ല. നമ്മളെല്ലാം ഓരോരുത്തരുടെയും സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ ഓരോരുത്തരുടെയും പേരിൻ്റെ വലതുഭാഗത്ത് സ്ഥാനമെന്താണ് എന്ന് എഴുതി വെക്കും. അങ്ങനെ എഴുതി ചേർക്കുന്ന ഒരു സ്ഥാനപ്പേരല്ല നേതാവ് എന്നത് EMSന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കൃത്യതയോടെ നമുക്ക് പറയാനാവും. അല്ല. MA ബേബി, പ്രഭാത് പട്നായിക്, N സുകന്യ, KN ഗണേഷ്, CS സുജാത, സുഭാഷിണി അലി, തോമസ് ഐസക്, K രാധാകൃഷ്ണൻ, AK ബാലൻ തുടങ്ങി പ്രമുഖർ വിവിധയിടങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.